കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി അതിവിദഗ്ധമായി എങ്ങനെ ജയിൽ ചാടിയെന്ന് നമ്മൾ ഈ കണ്ട ദിവസം അത്രയും ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഇതാ ഇത്ര സിമ്പിളായി ഇങ്ങനെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. രണ്ട് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒന്ന് ബി-സെൽ എന്ന അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് മെല്ലെ നൂർത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ. രണ്ട് ജയിൽ വളപ്പിലെ ദൃശ്യങ്ങൾ. എന്റെ വലതുഭാഗത്തുള്ളത് സെല്ലിന് മുന്നിൽ ബി-സെല്ലിൽ നിന്ന് ഇവിടെ നിന്നാണ് ജയിൽ ചാട്ടം തുടങ്ങുന്നത്. കമ്പി പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ. രണ്ട് ജയിൽ വളപ്പിലെ, അതായത് ഈ ക്വാറന്റൈൻ സെല്ലും കടന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഇടമാണെന്ന് മനസ്സിലാക്കുന്നു. നല്ല വെളിച്ചമുള്ള വെട്ടമുള്ള ഇടമാണ്. വെറുതെ പോലീസുകാർ ഒന്ന് അങ്ങോട്ടോ, ഈ വെറുതെ ജയിൽ ഉദ്യോഗസ്ഥർ, പ്രിസൺ ഓഫീസേഴ്സ് ചുമ്മാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയാൽ പോലും ദൃഷ്ടിയിൽ പെട്ടേനെ ഗോവിന്ദച്ചാമി. പക്ഷേ അങ്ങനെ ആരും നോക്കിയില്ല, ഗോവിന്ദച്ചാമിയെ ദൃഷ്ടിയിൽ പെട്ടതുമില്ല. എന്തായാലും എത്രത്തോളം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന, ഇനിയിപ്പോൾ നമ്മൾ അതിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അരുൺ, രണ്ട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്. ഒന്ന് ജയിൽ ചാട്ടം തുടങ്ങുന്ന ബി-സെല്ലിന് മുന്നിലുള്ള ദൃശ്യങ്ങൾ. അവിടെ കമ്പി പൊളിച്ച് വളരെ നിസ്സാരമായി പുറത്തേക്ക് ഇറങ്ങുന്നു. രണ്ട് ജയിൽ വളപ്പിലെ ദൃശ്യങ്ങൾ. വെളിച്ചമടക്കമുള്ള സ്ഥലമാണ്, എന്നിട്ടും ഇതൊന്നും ആരും കണ്ടില്ല എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഒരു ഗുരുതരമായ കൃത്യവിലോപം നമുക്ക് ബോധ്യപ്പെടുന്നു. അരുൺ, രണ്ട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒന്ന്, ഈ സെല്ലിന്റെ മുന്നിലുള്ള ഇയാൾ സെല്ലിൽ നിന്ന് പുറത്ത് ഈ ഇരുമ്പ് കമ്പി മുറിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ബ്ലോക്കിലെ ദൃശ്യങ്ങളാണത്. രണ്ടാമത്തെ ദൃശ്യം ഈ ക്വാറന്റൈൻ ബ്ലോക്കിലെ ദൃശ്യമാണ് രണ്ടാമത്തേത്. അതിൽ കുറച്ചുകൂടി ഇപ്പോൾ പറഞ്ഞതുപോലെ കുറച്ചുകൂടി വെളിച്ചം അവിടെയുണ്ട്. ഈ ഗോവിന്ദച്ചാമി പുറത്തിറങ്ങിയ ആ സെല്ലിൻ്റെ ആ ഭാഗത്ത് വെളിച്ചം അല്പം കുറവാണ്. എന്തായാലും അയാൾ, നമ്മൾ നേരത്തെ തന്നെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഗോവിന്ദച്ചാമി ഈ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നേരെ അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ മതിൽ മറികടന്ന് നേരെ ക്വാറന്റൈൻ ബ്ലോക്കിൻ്റെ പരിസരത്തേക്കാണ് പോകുന്നത്. അതും കഴിഞ്ഞാണ് ഇയാൾ ചാടിയ 7.5 മീറ്റർ നീളമുള്ള വലിയ ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള ആ മതിൽ ചടന്നത്. ആ ഇലക്ട്രിക് ഫെൻസിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോഴും ആ പ്രശ്നങ്ങൾ, അതും ഒരു വലിയ സുരക്ഷാ വീഴ്ചയാണ്. അതിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടായിരുന്നില്ല എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ, അതായത് ആദ്യഘട്ടം മുതൽ അവസാനം വരെ അടിമുടി സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ, ഇത് ഒരുപക്ഷെ ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടാവുക. ഇപ്പോൾ ഗോവിന്ദച്ചാമി ഈ ജയിൽ ചാടിയതിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു എന്നത് മാത്രമായിരിക്കും. ജയിൽ ചട്ടങ്ങളൊക്കെ പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ രാത്രികാല പരിശോധനകൾ, CCTV നിരീക്ഷണം, അതീവ സുരക്ഷാ ജയിൽ, ഇങ്ങനെ പറയുന്നതൊക്കെ ഇതിൻ്റെ ഒരു ടോട്ടൽ സിസ്റ്റമൊക്കെ ഈ പറയുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയായിരിക്കും ഇതൊക്കെ നടന്നു പോവുക എന്ന് കരുതേണ്ടി വരും. ഇതൊക്കെ കാണുമ്പോൾ, ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ, ഈ പുറത്തു വരുന്ന, അതായത് പോലീസും ജയിൽ വകുപ്പും എല്ലാം നടത്തുന്ന അന്വേഷണത്തിലൂടെയും ഈ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ജയിൽ വകുപ്പിന് അവിടെ ആരും സഹായിച്ചിട്ടില്ല എന്നത് കൊണ്ട് മാത്രം ഇതിൻ്റെ സുരക്ഷാ വീഴ്ചയോ ഇതിൻ്റെ ഗൗരവമോ കുറയുന്നില്ല. ആരും സഹായിച്ചിട്ടില്ല എന്നതാണ് പോലീസ് അല്ലെങ്കിൽ മറ്റ് ഏജൻസികളൊക്കെ കണ്ടെത്തുന്നതെങ്കിൽ അത് അത്രയും നല്ലത്. അവിടെ അത്തരം സഹായം ലഭിച്ചിട്ടില്ല എന്നത് ആശ്വാസമാണ്. പക്ഷേ സുരക്ഷാ വീഴ്ച അവിടെ കൃത്യമായി തന്നെ കാണാൻ നമുക്ക് സാധിക്കും. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയമോ ഏതെങ്കിലും തരത്തിൽ തർക്കത്തിനിടയില്ല. സുരക്ഷാ വീഴ്ച കൃത്യമായി തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ വിവരിച്ചതുപോലെ ആദ്യഘട്ടം മുതൽ, ഇതിൻ്റെ ആസൂത്രണം മുതൽ ഈ ജയിൽ ചാട്ടം ഒരു പക്ഷേ കൃത്യമായ നിരീക്ഷണവും പരിശോധനയും ഉണ്ടായിരുന്നെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു, കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. അതുണ്ടായില്ല. അതിനുശേഷം ഇയാൾ ജയിൽ ചാടുന്ന ദിവസം തന്നെ കൃത്യമായി ഇതിൻ്റെ ചട്ടങ്ങളനുസരിച്ച് കൃത്യമായി ജയിലിൽ നടക്കേണ്ട പരിശോധനകൾ കൃത്യമായി നടന്നിരുന്നെങ്കിൽ, CCTV കൃത്യമായി നിരീക്ഷിച്ചിരുന്നെങ്കിൽ, അവിടെ ഉണ്ടായിരുന്ന രാത്രി ഡ്യൂട്ടിയിലുള്ളവർ അവരുടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗോവിന്ദച്ചാമി ഇങ്ങനെ ജയിൽ ചാടാൻ അയാൾക്ക് പറ്റില്ലായിരുന്നു. മുമ്പുള്ള ജയിൽ ചാട്ടങ്ങൾക്ക് സമാനമായി ജയിൽ ചാട്ടം ആണ് ഇത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് ഇയാൾക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമാനുഷികമായിട്ടുള്ള കഴിവുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അയോധനമായിട്ടുള്ള കരുത്തോ ഇയാൾക്കുണ്ട്. പക്ഷേ ഇയാൾ ഒരു കൈക്ക് ശേഷിയില്ലാത്ത ആളാണ്. അയാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇതിൻ്റെ ആസൂത്രണമൊക്കെ ചെയ്യുന്നു. അതിൽ കൃത്യമായി ഒരു തരത്തിൽ ആർക്കും ഒരു പിടികൊടുക്കാതെ വളരെ സുഗമമായി ജയിൽ ചാടിക്കടക്കുന്നു എന്നതൊക്കെ അയാളെ സംബന്ധിച്ച് ഇത് ഒരു സങ്കീർണമായ ഒരു ദൗത്യമല്ലാതിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം എല്ലാ തരത്തിലും അയാൾക്ക് പഴുതുകൾ ഒരുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അയാൾ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും അതൊക്കെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ തന്നെ പോരായ്മയാണ്. ജയിലിലെ സുരക്ഷാ വീഴ്ചയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അത് പുറത്ത് ദൃശ്യമാകുന്ന
വിവരങ്ങളും കാര്യങ്ങളുമാണ് ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ സർക്കാർ ഉൾപ്പെടെ നിയോഗിച്ചിട്ടുള്ള അന്വേഷണ സമിതി അവർ ഇതിൽ അന്വേഷണം നടത്തി ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഇതിൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോലീസും ഇവർ നിലവിലെ സാഹചര്യത്തിൽ പറയുന്നത് പോലെ അവിടെ ഇപ്പോൾ നമ്മൾ അന്വേഷണത്തിൽ അങ്ങനെയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമുക്ക് പൊതുവെ ആലോചിക്കുമ്പോഴും അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പ്ലാനിങ് ആസൂത്രണത്തിൻ്റെ ആരെങ്കിലും ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരെ കൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം എന്തായാലും ആവശ്യമാകേണ്ടതുണ്ട്. അത് കണ്ണൂർ ജയിലിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ മറ്റു ജയിലുകളിലെ സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ച് അത് കരുത്തുറ്റതാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ അന്വേഷണം അത് ആകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.